ജീവനക്കാരെ മർദ്ദിച്ചെന്നാരോപിച്ച് മെഡിക്കൽ കോളേജ് കുറ്റിക്കാട്ടൂർ വഴിയുള്ള സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരുടെ പണിമുടക്ക് തുടങ്ങി. മാവൂർ, എടവണ്ണപ്പാറ, പെരുമണ്ണ, കൂളിമാട്, അരീക്കോട്, കുറ്റിക്കടവ് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്കുന്നത്. സർവീസ് നടത്തിയ ബസ്സുകളെ ജീവനക്കാർ തടഞ്ഞു. അരീക്കോട്, മാവൂർ, കോഴിക്കോട് റൂട്ടിലോടുന്ന സജന ബസ്സിലെ ഡ്രൈവർ ഫാസിലിനെയും കണ്ടക്ടർ സക്കീറിനെയും തെങ്ങിലക്കടവിനും മാവൂരിനുമിടയിൽ 3 സ്ഥലങ്ങളിലായി ബസ് തടഞ്ഞ ചിലർ മർദ്ദിച്ചെന്നാരോപിച്ചാണ് സമരം. ഇന്നലെ രാത്രി 8 മണിക്കാണ് തെങ്ങിലക്കടവ് നിന്ന് തുടങ്ങിയ സംഭവം. വണ്ടിയിൽ ചേസ് ചെയ്ത് പിടിച്ച് കൽപ്പള്ളിയിൽ നിന്ന് അത് വീണ്ടും വന്ന് പാറൂർ ബസ് സ്റ്റോപ്പ്, അത് വീണ്ടും വന്ന് ഡയമണ്ട് ബസ് സ്റ്റോപ്പ് എന്നീ ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ച് ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടും ബസ്സിൻ്റെ പുറത്ത് വെച്ചിട്ടും മാരകമായി ആക്രമിക്കുക ചെയ്ത്. ബസ് തൊഴിലാളികൾക്ക് എന്നല്ല, ഇവിടെ നമ്മൾ ഈ പ്രദേശത്ത് നിന്നല്ല എല്ലായിടത്തും എന്ത് ചെയ്യാം, രാവിലെ എടുക്കുക ഏതൊരാൾക്ക് കൂലിപ്പണി എടുത്താലും ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ഏത് ബസ്സിനും ഏത് ഫീൽഡിലേക്കും മര്യാദയ്ക്ക് ജോലി എടുക്കാനുള്ളൊരു സാഹചര്യം വേണ്ടി. ഇത് ബസ് സമരമല്ല, തൊഴിലാളികൾ ബസ് എടുക്കുന്നില്ല, അത്രേ ഉള്ളൂ. വേറെ സമരം കാര്യങ്ങളൊന്നുമില്ല. ഓടുന്നവർക്ക് ഓടാം, ആരും തടയാനോ പിടിക്കാനോ ഒന്നും പോകുന്നില്ല. ബസ് തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷിതത്വം, ബസ് തൊഴിലാളികൾക്ക് വേണ്ട ആർക്കും എന്തും കയറാ കുതിര കയറാ എന്നുള്ള നിലപാടാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു നിലപാട് തിരുത്തുക. ഏത് സ്റ്റേഷനിൽ പോയാലും നമുക്കൊരു വില ഇല്ലാത്ത രീതിയിലാണ്. ആ നിലപാട് തിരുത്തിയേ പറ്റൂ. അല്ലാതെ ഞങ്ങളിതൊരു സമരത്തിന് ആഹ്വാനം ചെയ്യേ ബാക്കി ആക്രമിക്കുക അതിക്രമത്തിന് ഇതിനൊന്നും ഞങ്ങൾ ആരും പോകുന്നില്ല. ഒരു വണ്ടിയും അല്ലെ ഒരു ബസ്സിലെ ജീവനക്കാരും ബസ് ഓടുന്നില്ല എന്നുള്ള തീരുമാനം മാത്രമേ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഒരു സമരമല്ല, ഞാൻ എൻ്റെ ഒരു ബസ്സിൽ പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ വാഹനം ഞാൻ എടുക്കൂല, കാരണം ഇതൊരു തീരുമാനമാവാതെ അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരു വാഹനം തടയാൻ ഞങ്ങളാരും ഒന്നുമല്ല. കാരണം ഞങ്ങൾ തടയൂല. കാരണം ഞാൻ പോണ വണ്ടിയിൽ ഞാൻ പണിയെടുക്കാത്തത് പേടിച്ചിട്ട്, ജനങ്ങളെ പേടിച്ചിട്ടും മക്കളെ പേടിച്ചിട്ടും ഒരു എസ് ടി കുട്ടികളായാലും പല പ്രശ്നങ്ങളുമാണ്. ബസ് എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരെ കയറാൻ കഴിയാത്തൊരവസ്ഥ. ഈ ബസ്സിലാണോ നോക്കിയൊരു മാറ്റി നിർത്തുന്ന ഒരവസ്ഥ എപ്പോഴുള്ളത്. അതിനൊരു മാറ്റം വരണം. നമ്മൾ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ബുധനാഴ്ച രാത്രി വൈകിയാണ് സമരം പ്രഖ്യാപിച്ചത്. അപ്രതീക്ഷിത സമരം യാത്രക്കാരെ വലച്ചു. രാവിലെ ദൂരയാത്രക്കും മറ്റും സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് പലരും സമരം അറിയുന്നത്. ഈ അടിയന്തരമായിട്ടുള്ള സ്ട്രൈക്ക് അത് വളരെയധികം അപകടം പിടിച്ചൊരു സംഭവമാണ്. കാരണം എത്രയോ ആൾക്കാർ മെഡിക്കൽ കോളേജിലായിട്ടും പിന്നെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളും നേഴ്സുമാരിപ്പം ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട നേഴ്സുമാരൊക്കെ ഉണ്ട്. എല്ലാം ഇവിടെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. ഈ അടിയന്തരമായിട്ടുള്ള സ്ട്രൈക്ക് അതൊന്ന് പരിശോധിച്ച് ചെയ്യേണ്ടായിരുന്നു. തൊഴിലാളികളെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് പറഞ്ഞത് അതും തെറ്റന്നാണ്. അതിനും ഒരിക്കലും പാടില്ല. അതിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം സ്ട്രൈക്ക് ചെയ്താൽ മതിയായിരുന്നാണ് എൻ്റെ അഭിപ്രായം. വിഷയം ചർച്ച ചെയ്യുന്നതിന് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് മാവൂർ പോലീസ് സ്റ്റേഷനിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.